സ്മൃതി, നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്തത് KPCC പ്രസിഡന്റ് മണ്ഡലത്തിലേക്ക് പോകുന്നു. സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന്റെ മാർക്ക് സണ്ണി ജോസഫ് MLA-ക്ക് 77.8 മാർക്കാണ് സണ്ണി ജോസഫിന്റെ റാങ്ക്. 140-ൽ 33-ാം റാങ്ക്. തരക്കേടില്ലാത്ത റാങ്കാണ്. പേരാവൂർ മണ്ഡലത്തെ 3 തവണ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. 4ാം തവണയും മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. 3172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ തവണ പേരാവൂരിൽ ജയിച്ചത്. ഈ പേരാവൂർ ഒരു കോട്ടയാണെന്ന് പറയുമ്പോൾ 3-4 എന്ന നിലയ്ക്കായിരുന്നു തദ്ദേശത്തിലെ സീറ്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. വോട്ട് നില നോക്കുകയാണ് എങ്കിൽ UDF-ന് 56,000, LDF-ന് 45,000, NDA-ക്ക് 9,000, ലീഡ് 10,000. നോക്കൂ, അതത്ര മറികടക്കാൻ പറ്റാത്ത ലീഡല്ല. അതാണ് LDF കെ ശൈലജ മണ്ഡലത്തിൽ ഇറക്കാനുള്ള പ്രധാന അവിടെ അതാണ്. 4 പഞ്ചായത്ത് ഇപ്പൊ LDF ആണ് ഭരിക്കുന്നത്. ശരിക്കും ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. അവിടെയാണ് 4 പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. വളരെ ശക്തമായ മത്സരമായിരിക്കും. മാർജിനല്ലേ ഉള്ളൂ. മാത്രമല്ല ഒരു കാര്യം പറയണം, സണ്ണി ജോസഫിന് ഇത്രയും റാങ്ക് കിട്ടുമ്പോൾ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അവസാനത്തെ ഒരു 1.5 വർഷമാണ്. പക്ഷെ നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന MLA-ക്കാണ് ഈ മാർക്ക് കിട്ടുന്നത്, ഭരണപക്ഷ സ്വാധീനമില്ലാതെ. ഷഫീഖ്, ഒന്നുകൂടി ഇപ്പോ ആളുകൾ വോട്ട് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി പ്രേക്ഷകരെ, നമ്മളിപ്പോ 2ാമത്തെ എപ്പിസോഡാണല്ലോ, അതൊന്ന് പറയാൻ തോന്നുന്നു. നമ്മൾ ഇന്നലെ വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ഓരോ മെത്തഡോളജി ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഏർപ്പെടുത്തിയാന്ന് വിചാരിക്കും. നമ്മളല്ല, നിങ്ങളാണ്. ഓരോ മണ്ഡലത്തിലെയും ആളുകൾ അതാത് MLA-മാർക്ക് നൽകിയ അവരുടെ വോട്ടിങ്ങിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി തയ്യാറാക്കിയ സാമ്പിൾ എടുത്ത് റാൻഡം സാമ്പിളിംഗ് വഴി തിരഞ്ഞെടുത്ത വോട്ടർമാരിൽ നിന്നെടുത്ത ഒരു റിസൾട്ട് അല്ല പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകരം നേരിട്ട് പ്രേക്ഷകർ റിപ്പോർട്ടറിന്റെ ഓൺലൈൻ സർവേയിൽ പങ്കെടുത്ത 16.5 ലക്ഷം വോട്ടർമാർ നേരിട്ട് അവരുടെ മൊബൈൽ ഫോൺ നമ്പർ നൽകി അതിൽ OTP സ്വീകരിച്ച് നടത്തിയ സർവേയുടെ ഫലമാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ പേരാവൂർ കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇതിൽ 3 വന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ശിവൻകുട്ടി, അത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാൽ KPCC അധ്യക്ഷൻ. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി പരിശോധിക്കുന്നത് മുഴുവൻ സ്റ്റാർ മണ്ഡലങ്ങളാണ്. വരുന്നതെല്ലാം പ്രധാനപ്പെട്ട ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കേരളത്തിലെ 140 മണ്ഡലം സ്റ്റാർ മണ്ഡലം. കറക്റ്റാണ്.